മൈവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ദേശീയതയും ഭീകരവാദവുമായിരുന്നു ബിജെപിയുടെ പ്രധാന പ്രചരണ വിഷയം. എന്നാൽ അവസാന ഘട്ടമായപ്പോൾ അത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള ആക്രമണമായി മാറി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചു. ഒന്നാം നമ്പർ അഴിമതിക്കാരനായിരുന്നു രാജീവ് ഗാന്ധി എന്ന പരാമർശം വൻ വിവാദമായതുമാണ്. എന്നാൽ ഇപ്പോൾ ബിജെപിയുടെ നേതാവ് തന്നെ പ്രധാനമന്ത്രിയുടെ പരാമർശത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. കർണാടകയിലെ ബിജെപി നേതാവും മുൻ എംപിയുമായ ശ്രീനിവാസ പ്രസാദാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത്. തമിഴ് പുലികളാണ് രാജീവ് ഗാന്ധിയുടെ കൊലപാതകം ആസൂത്രണം ചെയ്തതും നടപ്പാക്കിയതും. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് അഴിമതി ആരോപണങ്ങളുടെ പേരിലല്ല. അങ്ങനെ ആരും വിശ്വസിക്കുന്നില്ല എന്നും ശ്രീനിവാസ പ്രസാദ് പറഞ്ഞു. മോദിയോട് തനിക്ക് ബഹുമാനമുണ്ട്, എന്നാൽ അനാവശ്യ പരാമർശങ്ങൾ രാജീവ് ഗാന്ധിക്കെതിരെ നടത്തിയത് ശരിയായില്ല. ഇത്തരം പ്രസ്താവനകളോട് യോജിക്കാനാകില്ല എന്നും മുൻ കേന്ദ്രമന്ത്രി കൂടിയായ ശ്രീനിവാസ പ്രസാദ് പറഞ്ഞു. വാജ്പേയി സർക്കാരിൽ മന്ത്രിയായിരുന്നു ശ്രീനിവാസ പ്രസാദ്. പിന്നീട് അദ്ദേഹം ബിജെപി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. കർണാടകയിൽ മന്ത്രിയായി. 2017 വീണ്ടും ബിജെപിയിൽ ചേർന്നു. സ്വന്തം പാളയത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് മോദിക്കെതിരെ പ്രതികരണമുണ്ടാകുന്നത്. പാർട്ടി നേതൃത്വങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് മുൻ മന്ത്രിയുടെ പ്രസ്താവന. രാജീവ് ഗാന്ധിയെ അപമാനിച്ച സംഭവത്തിൽ നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം മാത്രമല്ല മോദിയുടെ വാക്കുകൾ. രാജ്യത്തിന്റെ ശത്രുക്കളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭാരത് രത്ന നേടിയ ആദരണീയായ വ്യക്തിയെ അപമാനിക്കുക കൂടിയാണ് ചെയ്തതെന്ന് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിൽ പറയുന്നു. മോദിക്കെതിരെ കർശന നടപടിയെടുക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പ് റാലികളിൽ നിന്ന് മോദിയെ വിലക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് റാലികളിലെ പ്രസംഗത്തിന്റെ പേരിൽ മോദിക്കെതിരെ 6 പരാതികളാണ് ഇതുവരെ ഉയർന്നത്. മോദി ചട്ടം ലംഘിച്ചിട്ടില്ലെന്നാണ് എല്ലാ പരാതികളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിയുടെ പാവയായി പ്രവർത്തിക്കുന്നുവെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നു. മോദിക്ക് ക്ലീൻ ചീറ്റ് നൽകിയതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തിരുന്നു. അതേസമയം രാജീവ് ഗാന്ധിക്കെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി ബിജെപി രംഗത്തെത്തി. സിഖ് വിരുദ്ധ കലാപത്തിൽ പൗരന്മാരെ കൊന്നൊടുക്കാൻ അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ഓഫീസ് ഉത്തരവിട്ടിരുന്നു എന്നാണ് ബിജെപി പറയുന്നത്. രാഷ്ട്രീയ നേട്ടങ്ങളും രാജ്യത്തിന്റെ പുരോഗതിയും ഇത്തവണ പ്രചരണ വിഷയങ്ങളാകുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയുള്ള ആരോപണങ്ങൾ മാത്രമാണ് ഇപ്പോൾ എവിടെയും ഉയർന്നു കേൾക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.